ഗെയ്സ്, അങ്ങനെ ഇന്ന് നമ്മൾ പോകാൻ വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻസിലാണ്. ആദ്യം തന്നെ സെന്റിമെന്റ്സിന്റെ ഒരു മോയ്സ്ചറൈസർ ആയിരുന്നു അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നത്. ശേഷം ലാക്മേയുടെ SPF 50 സൺസ്ക്രീൻ അപ്ലൈ ചെയ്തു കേട്ടോ. കാരണം സൺസ്ക്രീൻ ഇല്ലാതെ നോ രക്ഷ, അതുപോലെ ചൂടല്ലേ. പിന്നീട് നമ്മൾ അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നത് ബ്ലൂ ഹെവൻ ഗെറ്റ് ബ്രൈറ്റിന്റെ ലിക്വിഡ് ഫൗണ്ടേഷൻ ആയിരുന്നു കേട്ടോ. കുറച്ച് ലൈറ്റ് ഷെയ്ഡായിരുന്നു. ഇതെനിക്ക് പെർഫെക്റ്റ് ആയിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു. ഇത് അപ്ലൈ ചെയ്തിട്ട് നന്നായിട്ട് സ്പഞ്ച് യൂസ് ചെയ്ത് നമ്മൾ മസാജ് ചെയ്ത് പിടിപ്പിച്ചു. അതിനുശേഷം അതിന് മീതെയായിട്ട് നമ്മൾ സ്ട്രോപ്പ് ക്രീം ആയിരുന്നു കേട്ടോ അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇങ്ങനെ അപ്ലൈ ചെയ്യുമ്പോൾ എനിക്ക് കുറച്ചും കൂടി എഫക്റ്റീവ് ആയിട്ട് തോന്നി. അല്ലെന്നുണ്ടെങ്കിൽ ഫൗണ്ടേഷൻ പ്ലസ് സ്ട്രോപ്പ് ക്രീം മിക്സ് ചെയ്തിട്ടാണെങ്കിലും യൂസ് ചെയ്യാം. ബ്ലെൻഡ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടായതുകൊണ്ടും സമയം തീരെ ഇല്ലാത്തത് കൊണ്ടും ഞാൻ ഇങ്ങനെയായിരുന്നു കേട്ടോ ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിനുശേഷം എന്തിട്ടാലും എനിക്ക് എൻ്റെ മീതെ പൗഡർ ഇട്ടില്ലെങ്കിൽ ഒരു സമാധാനമില്ല. അതുകൊണ്ട് തന്നെ കാഷ്വൽ പൗഡർ ഇട്ടു. പിന്നെ സ്റ്റുഡിയോയിൽ നിന്ന് മേടിച്ച ഈ ഒരു ലിപ്സ്റ്റിക് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമാണ്. ഷെയ്ഡ് വന്നിട്ട് ചോക്കോ ഡ്രിപ്പിന്റെ ഒരു ഇതായിരുന്നു. അപ്പം അത് തന്നെയാണ് ഞാൻ ഐ ഷാഡോ ആയിട്ടും യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. കാരണം എനിക്ക് ഈ ഷെയ്ഡ് ഭയങ്കര ഇഷ്ടമാണ്. ഓവറായിട്ടും ഇല്ല, പക്ഷെ നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടും. അതിനുശേഷം നമ്മൾ ഐബ്രോസ് എല്ലാം ഫില്ല് ചെയ്ത് കൊടുത്തു. ശേഷം ഒട്ടും വൈകാതെ നമ്മൾ കണ്ണ് എഴുതി കൊടുക്കുകയാണ്. ആദ്യം മീതെ എഴുതി, 2 കണ്ണിന്റെ മീതെ എഴുതിയ ശേഷം നമ്മൾ താഴെയും കൂടി ജോയിൻ ചെയ്ത് കൊടുത്തു. കാരണം ഹുഡഡ് ഐസ് ആയതുകൊണ്ട് തന്നെ കണ്ണ് എഴുതിയില്ലെങ്കിൽ ചന്തമില്ലെന്നേ, എന്ത് ചെയ്യാനാ. അപ്പം അതൊക്കെ കഴിഞ്ഞിട്ട് പൊട്ടില്ലാതെ എന്ത് ഫിനിഷിംഗ് അല്ലേ, അങ്ങനെ അതുകൂടി കൊടുത്ത് നമ്മൾ ലുക്ക് ഫിനിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ നമുക്ക് ഹെയർ സെറ്റിംഗ് ആയിരുന്നു ഉണ്ടായിരുന്നത്. അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കളർ കാണുന്നുണ്ടോ. അന്നത്തെ ദിവസം രാവിലെ ക്യാപ്പിച്ചിനോ ബ്രൗണിന്റെ ഷെയ്ഡ് ഞാൻ ബ്ലോണ്ട് യൂസ് ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അവിടെ ഇവിടെയൊക്കെ ആയിട്ടുള്ളൂ എന്ന് തോന്നുന്നു കേട്ടോ. ഇത് ചെയ്യാനിരുന്നത് കൊണ്ട് തന്നെ സമയം നല്ല രീതിയിൽ പോയിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിന്റെ ഒരു വീഡിയോ ഞാൻ വേറെ ആയിട്ട് അപ്ലോഡ് ചെയ്യാം കേട്ടോ. അങ്ങനെ ഭയങ്കര സിമ്പിൾ ആയിട്ട് മുടിയൊക്കെ കെട്ടി നമ്മൾ കമ്മലും കൂടി ഇട്ടു. അതിനുശേഷം ഒരു ബ്രേസ്ലെറ്റ് കൂടി ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ ഹെവി കമ്മലായതുകൊണ്ട് തന്നെ മാല മേടിക്കാതെ നമ്മൾ രക്ഷപ്പെട്ടിട്ടുണ്ടായിരുന്നു. പറഞ്ഞു തീരാതെ ബാക്കിയായി ഈ കഥയ്ക്ക് ഒരവസാനമുണ്ടാകും സിമ. എവറി സ്റ്റോറി ഡിസേർവ്സ് ആൻ എൻഡ്. പക്ഷെ ചില കഥകൾ, ഇതുപോലെയുള്ള കഥകൾ അവസാനിക്കുന്നത് ഒരു തുടക്കത്തിലാണ്. ഈ കഥയുടെ തുടക്കം ഇവിടെയാണ്. 1:30 ഫംഗ്ഷൻ സ്റ്റാർട്ട് ചെയ്യുന്നെങ്കിലും ഞാൻ കോളേജിലെത്തിയപ്പം 1:45 ആയി. പക്ഷേ ഭാഗ്യമെന്ന് പറയട്ടെ, പരിപാടി തുടങ്ങിയിട്ടുണ്ടായിരുന്നില്ല. ഞാൻ വന്നതിന് ശേഷമാണ് തുടങ്ങിയത്. ആദ്യം തന്നെ കൊമേഴ്സ് ക്ലബിന്റെ വൈൻഡിങ് അപ്പ് ആയിരുന്നു കേട്ടോ. അതിനുശേഷമാണ് ഫെയർവെൽ പാർട്ടി. അതുകൊണ്ട് തന്നെ ഒഫീഷ്യൽ ഫംഗ്ഷനിലോട്ടായിരുന്നു ആദ്യം കടന്നിട്ടുണ്ടായിരുന്നത്. ഓരോരുത്തരും മാറി 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 അഡ്രസ് ചെയ്യുന്നുണ്ടായിരുന്നേ. ഇതാണ് നമ്മുടെ പ്രിൻസിപ്പൽ ഡോക്ടർ ബിനോ പി ജോസ്. അങ്ങനെ 3 വർഷത്തെ കൊമേഴ്സ് ക്ലബ് ഇൻചാർജിന് ശേഷം സെബിൻ സാറ് ഹണി മിസ്സിന് ഒരു ക്രൗൺ ഒക്കെ കൊടുത്ത് ഹാൻഡ് ഓവർ ചെയ്യുന്നതാണ് ഇട്ടത്. അതോടൊപ്പം തന്നെ സെക്കൻഡറി സ്റ്റുഡൻസ് ആണ് അവര് ഒരുമിച്ചുണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് വോട്ട് ഓഫ് താങ്ക്സും പരിപാടിയൊക്കെ കഴിഞ്ഞ് പിന്നെ നേരെ പോയത് എങ്ങോട്ടാന്ന് അറിയണ്ടേ? അങ്ങനെ സെന്റ് ഡൊമിനിക്സ് കോളേജിൽ 3 ഇയർ ഓഫ് BCom കംപ്ലീറ്റ് ചെയ്യുമ്പം അക്കാഡമിക്സിനേക്കാൾ കൂടുതൽ ലൈഫ് ലെസൺസ് ആണ് കേട്ടോ ഞാൻ പഠിച്ചത്. ഇവിടെ പഠിച്ച 3 വർഷം കൊണ്ട് ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം, ശരിക്കുള്ള എഡ്യൂക്കേഷൻ എന്ന് പറയുമ്പോൾ ഈ ഡിഗ്രി PG എന്നതിൽ മാത്രമല്ല, നമ്മൾ ഈ പഠിച്ച കാര്യങ്ങൾ നമ്മുടെ ലൈഫിൽ അപ്ലൈ ചെയ്യുമ്പോഴാണ് ഇതിനെല്ലാം ഒരു വാല്യൂ ഉണ്ടാകുന്നത്. എഡ്യൂക്കേഷൻ ഷുഡ് മേക്ക് യു മോർ ക്യൂരിയസ് ആൻഡ് നോട്ട് മോർ എറഗന്റ്. നമ്മൾ എത്രയൊക്കെ പഠിച്ചിട്ടും നമ്മുടെ അപ്പുറത്തിരിക്കുന്ന ആളോട് ഒരു എമ്പതി തോന്നിയില്ലെങ്കിൽ ശരിക്കും നമ്മൾ എന്താ പഠിച്ചതല്ലേ. ഫോട്ടോ സെഷൻ കഴിഞ്ഞ ഉടനെ തന്നെ ജൂനിയേഴ്സ് നമുക്ക് ഇങ്ങനൊരു പ്രിപ്പറേഷൻ നടത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ചൂടായതുകൊണ്ട് തന്നെ നല്ലൊരു റിഫ്രഷ്മെന്റ് കൂടിയായി. ബുധൻ, ശുക്രൻ അങ്ങനെ ഓരോ ഗ്രഹങ്ങളുടെ പേര് വെച്ച് നമ്മളെ ഇങ്ങനെ ടീമാക്കി തിരിച്ചു. അതിനുശേഷം ഫസ്റ്റ് റൗണ്ട് എന്ന് പറയുന്നത് സ്വീറ്റ് എന്ന് പറയുമ്പോൾ ലോലിപോപ്പും, ബൈറ്റ് എന്ന് പറയുമ്പോൾ സോപ്പ് ചുണ്ടലെന്ന് മുട്ടിക്കണം. അങ്ങനെ തെറ്റായിട്ട് ചെയ്യുന്നതനുസരിച്ച് ഓരോരുത്തർ എലിമിനേറ്റ് ആയി. ആ റൗണ്ട് കംപ്ലീറ്റ് ആയി. അങ്ങനെ നെക്സ്റ്റ് ടാസ്കിൽ ഞാൻ കയറിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇങ്ങനെ സ്ട്രോ യൂസ് ചെയ്ത് കപ്പ് കൈ തൊടാതെ പാസ് ചെയ്ത് വേണം. ഉച്ച തൊട്ടാണ് നമ്മുടെ ഫെയർവെൽ പാർട്ടി തുടങ്ങിയത്. ജൂനിയേഴ്സിന് എക്സാം ആയതുകൊണ്ട്. അതുകൊണ്ട് തന്നെ ഒത്തിരി ടാസ്കിലോട്ട് പോകാതെ ഈ 2 ടാസ്ക് വെച്ചാണ് പ്രൈസ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തത്. ഫസ്റ്റ് ഉണ്ടായിരുന്നത് ഈ ടീമിനായിരുന്നു കേട്ടോ. ഒട്ടും മോശമല്ല, അതേ ടൈപ്പോടുകൂടി ഞങ്ങൾക്കും ഉണ്ടായിരുന്നു ഫസ്റ്റ്. അങ്ങനെ വൈബടിച്ച് നിന്നെങ്കിലും ഏറ്റവും കൂടുതൽ അതിനകത്ത് എന്തായിരുന്നു എന്നറിയാനായിരുന്നു കടിപിടി. നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത് ഒരു പാക്കറ്റ് മഞ്ചായിരുന്നു കേട്ടോ.
അങ്ങനെ വീഡിയോ എടുക്കാൻ പോയിട്ട് എനിക്ക് ലാസ്റ്റ് കിട്ടിയതോ അതിനകത്ത് കിടന്ന ഒരെണ്ണമാണ് കേസ്. അങ്ങനെ ഞാൻ വഴക്കുണ്ടാക്കി 2 എണ്ണം എവിടുന്നൊക്കെയോ ഒപ്പിച്ച് കൈ വെച്ചുകൊണ്ടിരിക്കുന്നതാണിത്. അതൊക്കെ കഴിഞ്ഞ് കൾച്ചറൽ സ്റ്റാർട്ട് ചെയ്തു കേട്ടോ. അവിടെയും ഒരു ട്വിസ്റ്റ് സംഭവിച്ചു. നല്ല രീതിയിലുള്ള ഇടിയും മഴയും പെയ്തുകൊണ്ട് തന്നെ മൈക്ക് സെറ്റ് ഓഫ് ആക്കേണ്ടി വന്നു. അതുകൊണ്ട് തന്നെ ഈ 1-2 പരിപാടികളെ നടന്നുള്ളൂ. നമ്മുടെ പരിപാടി അൺലയിലും ഉണ്ടായിരുന്നില്ല കേട്ടോ. പക്ഷേ കുറേ പേരുടെ പരിപാടി ഉണ്ടായിരുന്നു. അങ്ങനെ കുറേ ഡാൻസസ് കാണാൻ പറ്റാതെ പോയി. അങ്ങനെ സെവിൻ സാർ ഞങ്ങളെ ആശ്വസിപ്പിച്ച് സർപ്രൈസ് കാണിക്കാൻ വേണ്ടി റിസർച്ച് റൂമിലേക്ക് പോകാൻ വേണ്ടി പറഞ്ഞു. തട്ടിപ്പറിച്ച് കിട്ടിയ മഞ്ച് ഞാൻ അവൾക്ക് കൊടുക്കുകയും ചെയ്തു. അങ്ങനെ ഇനി ഞാൻ ഒരു കാര്യം പറയാം, സത്യമാണെന്ന് പറയണേ. നമ്മുടെ ഫസ്റ്റ് ഡേ കോളേജിലേക്ക് ചെല്ലുമ്പോൾ നമ്മൾ ഭയങ്കര എക്സൈറ്റഡ് ആയിരിക്കും. ബട്ട് ആഫ്റ്റർ n നമ്പർ ഓഫ് ഡേയ്സ് വി കെയിം ടു റിയാലിറ്റി. വിചാരിച്ച പോലെ ഒന്നുമല്ല. പണ്ടാരൊന്ന് കഴിഞ്ഞു കിട്ടിയാൽ മതി എന്നുള്ളതായിരിക്കും. ഉള്ളവരുടെ കൂടെ എൻജോയ് ചെയ്യുന്നതാണെങ്കിൽ പോലും എനിക്ക് വരെ അങ്ങനെ തോന്നി തുടങ്ങി ആഫ്റ്റർ സെക്കൻഡ് ഇയർ. എന്തോരം ഫാക്ട് റിയലിൽ നിന്നും റിയാലിറ്റിയിലേക്കുണ്ടെന്നും ഞാൻ റിയലൈസ് ചെയ്തു. ഹാപ്പിനെസ് പ്ലസ് റിയലൈസേഷന്റെ ഒരു റോളർ കോസ്റ്റർ തന്നെയായിരുന്നു കേട്ടോ എനിക്ക്. കഴിഞ്ഞ വർഷം ഞങ്ങൾ ചെയ്തതിനേക്കാളും സംതിങ് സ്പെഷ്യൽ ആയിട്ട് തോന്നിയൊരു മൊമെന്റ് ആയിരുന്നു കേട്ടോ ഇത്. കുട്ടികൾ ഗ്രാജുവേഷൻ സെറമണി AI വെച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. കാരണം ആക്ച്വൽ സെറമണി നമുക്കില്ല. അപ്പം ഇത് ഭയങ്കര സ്പെഷ്യൽ മൊമെന്റ് ആയിട്ട് തന്നെ എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. നമുക്കുണ്ടായിരിക്കുന്ന ഓരോ മൊമെന്റ്സും നമ്മൾ ക്യാപ്ചർ ചെയ്യുമ്പം അത് കുട്ടികൾ പോളറിറ്റ്സ് ആക്കിയപ്പം ഭയങ്കരമായ ഒരു സന്തോഷം ഉണ്ടായിട്ടോ അതെല്ലാം കണ്ടപ്പോൾ. പിന്നെ ഈ റീലിലൊക്കെ കാണുന്ന പോലെ ഭയങ്കര ഇമോഷണൽ ഡേ ആയിട്ടൊന്നും എനിക്ക് തോന്നിയില്ല കേട്ടോ. എല്ലാവരും ഹാപ്പിനെസ്സും ചില്ലിങ്ങും അതുപോലെ തന്നെ വീണ്ടും മെമ്മറി ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും ഒക്കെ നോക്കുന്ന പോലെ എനിക്ക് തോന്നി. മേ ബി എക്സാമിലേക്ക് ഇനിയും കാണാമല്ലോ, അതുകൊണ്ടായിരിക്കും. അങ്ങനെ ഞങ്ങൾക്കും ആ ഇമോഷണൽ കണക്ഷൻസ് ഒന്നും കിട്ടിയതായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ നമ്മുടെ ക്ലാസ് ടീച്ചർ ദീപ മിസ് കേക്കൊക്കെ കട്ട് ചെയ്ത് എല്ലാവർക്കും കൊടുത്തു. പിന്നെ ഒരു അറ്റാക്കിംഗ് ആയിരുന്നു കേട്ടോ അവിടെ ഉണ്ടായിരുന്നത്. ഇവിടെ തന്നെ ഒരു സർപ്രൈസ് കൂടിയിട്ട് പറയാം. അങ്ങനെ കല്യാണം വിളിച്ചിരിക്കുകയാണ്. നമ്മളിപ്പോ മെയ് 3 അവിടെ പോവാ. ഫ്രണ്ട്സിന്റെ കല്യാണത്തിന് പോവുകയാണ്. അങ്ങനെ ക്ലൈമറ്റിന് വരെ ഉണ്ടായിരുന്ന അന്നത്തെ ദിവസത്തെ റോളർ കോസ്റ്റർ ചേഞ്ച് കണ്ടപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി ഈ 3 ഇയേഴ്സും ഞാനും ഈ പറഞ്ഞ പോലുള്ള ഒരുപാട് ഹാപ്പിനെസ്സും ഒരുപാട് മെമ്മറീസും റിയലൈസേഷൻസും ഒക്കെ തന്ന് എൻ്റെ ഈ കോളേജിനോട് ഒഫീഷ്യലി ഞാൻ ബൈ ബൈ പറഞ്ഞ് വീട്ടിലേക്ക് പോയി. അപ്പോൾ ഓക്കെ ബൈ.